നമസ്കാരം. പാലിയേറ്റീവ് കെയർ ഡെയിലി പ്രധാന വാർത്തകൾ. സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് വിവിധ ജില്ലകളിൽ നേതൃത്വം കൊടുക്കുന്നതിനുള്ള പുതിയതായി നിയമിതരായ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർമാർക്കായുള്ള പരിശീലന പരിപാടി എടമുട്ടം തറവാട്ടിൽ ആരംഭിച്ചു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ട്രെയിനിംഗ് കോർഡിനേറ്റർ ദിവ്യ വൈശാഖ് എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഒരാഴ്ച നീളുന്ന പരിശീലന പരിപാടിയിൽ ഹോം കെയർ ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവർ പങ്കെടുക്കും. നാളെ നടക്കുന്ന പരിശീലനത്തിന് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു നേതൃത്വം നൽകും. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആരുഷ് ക്ലബ് അംഗങ്ങൾ പാലിയേറ്റീവ് ക്ലബ് ആക്ടിവിറ്റിയുടെ ഭാഗമായി തളിക്കുളം ലിങ്ക് സെന്റർ സന്ദർശിച്ചു. വിദ്യാർത്ഥികൾ ഹോം കെയർ, ഫിസിയോതെറാപ്പി തുടങ്ങിയവയിൽ പങ്കെടുത്തു. കമ്മ്യൂണിറ്റി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മേഘ്ന അനിൽകുമാർ, നഴ്സ് ഇൻചാർജ് സിസ്റ്റർ ജയശ്രീ, ഫിസിയോതെറാപ്പിസ്റ്റ് അശ്വതി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിൽ ആരുഷ് ക്ലബ് അംഗങ്ങൾക്കായി പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസും വാക്കത്തോണിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. പ്രിൻസിപ്പൽ അനിത MA, ആൽഫ തൃശൂർ സെന്റർ പ്രസിഡന്റ് തോമസ് തോലത്ത്, കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വിസ്മയ വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിലെ ആരുഷ് ക്ലബ് അംഗങ്ങൾക്കായി 30 മണിക്കൂർ ട്രെയിനിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. ആൽഫ പാലിയേറ്റീവ് കെയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീതുമോൾ എബ്രഹാം ക്ലാസ് നയിച്ചു. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മേരി തെരേസ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ ആര്യ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വിസ്മയ വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. SAPC ആരുഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. 50 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. NSS കോർഡിനേറ്റർ സിനി ടീച്ചർ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മേഘ്ന അനിൽകുമാർ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ പൂജ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. ജയ് ഹിന്ദ്.